വൈസ്മെൻ ഇന്റർനാഷണൽ മിഡ് വെസ്റ്റ് ഇന്ത്യ റീജിയൻ ഇലഞ്ഞി ടൗൺ ക്ലബിന്റെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു. പ്രസിഡന്റായി ഫാദർ ഡോക്ടർ ജോൺ എറണ്യാകുളത്തിൽ, സെക്രട്ടറിയായി ഷാജു ജോർജ്, ട്രഷററായി തമ്പി എബ്രഹാം, മെനസ് പ്രസിഡന്റായി ഡോക്ടർ സെൽവി സേവ്യർ, ലിങ്ക്സ് പ്രസിഡന്റായി ആന്റണി ഇടത്തൊട്ടിയിൽ എന്നിവരാണ് ചുമതലയേറ്റത്. ഡിസ്ട്രിക്ട് ഗവർണർ തങ്കച്ചൻ പോലോസ് ഉദ്ഘാടനം ചെയ്ത യോഗത്തിൽ ക്ലബിന്റെ നേതൃത്വത്തിൽ വിപുലമായ ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. വൈസ്മെൻ ഇന്റർനാഷണൽ മിഡ് വെസ്റ്റ് ഇന്ത്യ റീജിയൻ ഇലഞ്ഞി ടൗൺ ക്ലബിന്റെ ഈ വർഷത്തെ സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും നടന്നു. ഡിസ്ട്രിക്ട് ഗവർണർ തങ്കച്ചൻ പോലോസ് യോഗം ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ ജോളി പീറ്റർ അധ്യക്ഷത വഹിച്ചു. പുതിയ പ്രസിഡന്റായി ഫാദർ ഡോക്ടർ ജോൺ എറണ്യാകുളത്തിലും, സെക്രട്ടറിയായി ഷാജു ജോർജും, ട്രഷററായി തമ്പി എബ്രഹാമും, മെനസ് പ്രസിഡന്റായി ഡോക്ടർ സെൽവി സേവ്യറും, ലിങ്ക്സ് പ്രസിഡന്റായി ആന്റണി ഇടത്തൊട്ടിയിലും ചുമതലയേറ്റു. മറ്റുള്ളവരുടെ ആവശ്യങ്ങളിലുള്ള ആ കൺസിഡറേഷൻ അത് വൈസ്മെൻ്റെ ഒരു മോട്ടോയാണ്. മൂന്നാമതായിട്ട് ഞാൻ കണ്ടത് കമ്മിറ്റ്മെൻ്റ് ആണ്. അത് നമ്മൾ യേശുവിൽ കാണുന്നതാണ്. ഒറ്റ വാക്കുകൊണ്ട് ലോകത്തെ രക്ഷിക്കാമായിരുന്നു, ഒറ്റ വാക്കുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ചത്. പക്ഷെ ആ കമ്മിറ്റ്മെന്റ് അവസാനം മരണം വരെ വരിക്കുകയാണ്. നമുക്ക് ഒത്തിരി കമ്മിറ്റ്മെന്റിൽ ഒത്തിരി പീഡകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും. അത് ഏറ്റെടുക്കുക എന്നുള്ളത് വൈസ്മെൻ്റെ ഒരു വലിയ ദൗത്യം കൂടിയാണ്. ഭവന നിർമ്മാണം, മെഡിക്കൽ ക്യാമ്പുകൾ, ഡയാലിസിസ് മെഷീൻ വിതരണം തുടങ്ങി 10 ലക്ഷത്തിലേറെ രൂപയുടെ പദ്ധതികളാണ് നടപ്പിലാക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് പുതിയതായി ചുമതലയേറ്റ പ്രസിഡന്റ് ഫാദർ ഡോക്ടർ ജോൺ എറണ്യാകുളത്തിൽ പറഞ്ഞു. ഡിസ്ട്രിക്ട് സെക്രട്ടറി ഷാജു ജോർജ്, ട്രഷറർ തമ്പി എബ്രഹാം, മെനസ് പ്രസിഡന്റ് ഡോക്ടർ സെൽവി സേവ്യർ, ഡിസ്ട്രിക്ട് ഭാരവാഹികളായ സന്തോഷ് സണ്ണി, മാജി സന്തോഷ്, സണ്ണി അരഞ്ഞാണിയിൽ, സാജു ഉറുമ്പിപ്പാറ, കെ എം പോൾ എന്നിവർ സംസാരിച്ചു. വളരെ ഒരു അഭിമാനമുണ്ട്, അതിലെ സന്തോഷമുണ്ട്. കാരണം നമ്മുടെ ഇന്റർനാഷണൽ ലെവലില് ഏറ്റവും തലപ്പത്തിരിക്കുന്ന ലീഡർ, പ്രസിഡന്റ് ഒരു അച്ഛനാണ്, റവറൻഡ് ഫാദർ ജോഹാൻ വിൽഹെം എറ്റ്വിക്. അതുപോലെ നമ്മുടെ ഈ ഇലഞ്ഞി ക്ലബിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന വരുന്ന നമ്മുടെ അച്ഛനാണ്. ആ 2 അച്ഛന്മാരാണ് നമ്മുടെ ഈ വൈസ്മെന്റെ ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം. എപ്പോഴാണ് ഒരു നാട് മാറുന്നത്? ഒരു വിഷൻ ഉണ്ടാകുമ്പോൾ, ആ വിഷനെ നെഞ്ചിലേറ്റുന്ന സമാന ഹൃദയങ്ങൾ ഉണ്ടാകുമ്പോൾ, അതിനുവേണ്ടി അക്ഷീണം പരിശ്രമിക്കുമ്പോൾ, അപ്പോൾ ആ വിഷൻ ആശയത്തിനപ്പുറം ഒരു വികാരമായി മാറുന്നു. ദശലക്ഷക്കണക്കിന് ജീവിതങ്ങളെ സ്പർശിക്കുന്നു. അതിശക്തമായ ഒരു കണക്ഷനാകുന്നു. അതിരുകൾ കടന്ന് സ്വീകാര്യത നേടുന്നു. അങ്ങനെ ഈ കൊച്ചു കേരളത്തിൽ ഒരു ചെറിയ കൂട്ടായ്മയായി തുടങ്ങിയ കേരള വിഷൻ ഇന്ന് ആഗോള ഭീമന്മാരുടെ മുമ്പിൽ തലയുയർത്തി നിൽക്കുന്നു. നമ്മുടെ നാടിന് അഭിമാനമായി. 41 ലക്ഷത്തിലധികം ഡിജിറ്റൽ TV ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കൾ, 7000-ലധികം ഓപ്പറേറ്റർ പാർട്ണർമാർ, 2 പതിറ്റാണ്ടിന്റെ വിശ്വാസം. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ്. കേരള വിഷൻ, കേരളത്തിന്റെ വലിയ വിഷൻ.